എനിക്ക് പറയാനുള്ളത് തെളിവുകൾ തീരുമാനിക്കും പ്രതി ആരാണോ എന്ന്. അപ്പൊ പ്രതി ആരാണോ തീരുമാനമുള്ള പോലെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ പ്രതിയായല്ലോ. അപ്പോ അവരുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ദിലീപ് ഏട്ടൻ എന്നുള്ള ജനപ്രതിനായകൻ ഗോപാലകൃഷ്ണൻ എന്നുള്ള സാധാരണക്കാരൻ ഈ മലയാള സിനിമയിലേക്ക് ഒന്നും കണ്ടല്ല വന്നത്. കാരണം ഒരു സാധാരണക്കാരാണ് ആലുവയിൽ ജനിച്ചു. പിന്നീട് മലയാള സിനിമയിലേക്കുള്ള വളർച്ച ഒരു എന്താ പറയാ കുതിച്ചു ചാടുകയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയുള്ള ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. കാരണം എന്നെയും പലപ്പോഴും സെറ്റ് വെച്ച് കാണുമ്പോഴാണെങ്കിലും എന്താ പറയാ പ്രോഗ്രാംസ് കാണുമ്പോഴാണെങ്കിലും സെൽഫി എടുക്കാൻ സമ്മതിക്കാറുണ്ട്. പല ആൾക്കാർ ഇപ്പൊ മമ്മൂക്കെ പോലെ ലാലേട്ടനെ പോലെ ആൾക്കാരൊക്കെ അടുപ്പിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അതേ വെച്ച് നോക്കുമ്പോൾ ദിലീപ് ഏട്ടൻ എന്ന വ്യക്തിയെ മാനിക്കണം. കാരണം ഒരു സാധാരണക്കാരൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കെതിരെയുള്ള ഒരു നല്ലൊരു വിദ്യ വന്നിരിക്കുന്നത്, എതിരെയല്ല സപ്പോർട്ട് ചെയ്യുന്ന ഇത് വന്നിരിക്കുന്നത്. കാരണം 8.5 വർഷത്തെ ശേഷമുള്ള ഒരു കോടതി വിധി വന്നിരിക്കുന്നത്. കാരണം ഞാനൊന്ന് 10ൽ പഠിക്കുന്ന സമയത്താണ് ദിലീപ് ഏട്ടൻ അറസ്റ്റ് ആവുന്നത്. എന്തായാലും ഒരു വിധി നല്ലത് വന്നു. കാരണം തെളിവ് തീരുമാനിക്കും പ്രതി ആരാണെന്ന്. എന്താ ദിലീപ് ഏട്ടൻ അല്ലല്ലോ, കാരണം തെളിഞ്ഞല്ലോ. കാരണം നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടയച്ചു, കുറ്റവിമുക്തം എന്താ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനിയും നല്ല കാര്യം സംഭവിക്കട്ടെ. ഇനിയും ഒരുപാട് പേര് ശത്രുക്കളുണ്ട്. കാരണം സന്തോഷ് വർക്കിയെ പോലെ ആൾക്കാരൊക്കെ ദിലീപിനെതിരെ പറയും, ഒരുപാട് നടന്മാരും നടിമാരും പറയും. പക്ഷെ ആരൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്നെ പറ്റി ഒരു പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് സത്യമാവുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദിലീപേട്ടന് നല്ലൊരു വിദ്യ വന്നിരിക്കുന്നത്. കാരണം ഐ ലവ് യു ദിലീപേട്ടൻ. അപ്പൊ ദിലീപേട്ടനോട് അഭിനയിക്കണമെന്ന് താല്പര്യമുണ്ട്, ഒന്നിച്ച് സ്ക്രീൻ പേസ് അഭിനയിക്കുന്ന താല്പര്യമുണ്ട്. കാരണം ഒരുപാട് പേര് ദിലീപേട്ടനോട് അഭിനയിക്കാൻ വിസമ്മതിക്കുന്നു, ആസിഫ് അലി പോലും. അപ്പൊ ആസിഫിക്കോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് ദിലീപേട്ടനോട്. കാരണം ആസിഫിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്.